a new class of Jolie tutorials. ഇന്ന് നമ്മൾ ക്ലാസ് 10 ഫിസിക്സിൻ്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ 10 ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതിനകത്ത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് മിറർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് മിറർ പഠിച്ചായിരുന്നു. വി ലേൺഡ് 6 കേസസ്, ലൈക്ക് ഒബ്ജക്റ്റ് ഓരോരോ പൊസിഷനിൽ വെക്കുമ്പം നമ്മളുടെ ഇമേജ് എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചായിരുന്നു. 6 കേസസ് ആൻഡ് ഓൾസോ ദ യൂസസ് ഓഫ് കോൺകേവ് മിറർ. ഇന്ന് നമ്മൾ ഇമേജ് ഫോർമേഷൻ വഴി കോൺവെക്സ് മിറർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ യൂസസും പഠിക്കും. ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് കേസേ ഉള്ളൂ. ആദ്യത്തെ കേസാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റേതിനകത്ത് 6 കേസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് 2 കേസ്. നമ്മളുടെ കേസ് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കോൺകേവിനകത്തെ പോലെ തന്നെ കേസ് 1നകത്ത് നമ്മളുടെ ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പോൾ സൺ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. സോ അങ്ങനെ തന്നെ നമ്മളുടെ എ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി വെച്ചേക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെയും പറയുവാണ്. ഇൻഫിനിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വുഡ് ഓൾവേസ് ബി parallel to the principal axis. ഇതാണ് നമ്മുടെ principal axis. So the light rays coming from this object would be parallel to the principal axis. അന്നേരം ഇതാണ് എൻ്റെ കോൺവെക്സ് മിറർ, ഇതാണ് പോൾ, ഇത് ഫോക്കസ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ. ഇതാണ് മിററിന്റെ ഫ്രണ്ട് സൈഡ്, ഇതാണ് മിററിന്റെ ബാക്ക് സൈഡ്. ഞാൻ നേരത്തെ ക്ലാസ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഫോക്കസ് മിററിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള കാര്യം. സോ എൻ്റെ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൽ നിന്ന് പാരലൽ ആയിട്ടുള്ള റേസ് വരും. ഞാൻ 2 റേസിനെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടും പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് ഇസ് ദ റേ നമ്പർ 1, ദിസ് ഇസ് റേ നമ്പർ 2. രണ്ടും പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. സോ നമ്മളുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ഇത് വന്ന് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ മുട്ടിയിട്ട് ഇത് തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്യും. സോ ഇത് ഇവിടെ ഒരു നോർമൽ ഉണ്ട്. സോ ഈ ആംഗിളിന്റെ സെയിം തന്നെ ആംഗിൾ ഉണ്ടാക്കിയിട്ട് ഇത് റിഫ്ലക്ട് ബാക്ക് ചെയ്യും. പക്ഷേ ഈ റിഫ്ലക്റ്റഡ് റേനെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ, ബാക്ക് ഓഫ് ദ മിററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ, കാരണം നമുക്ക് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇമേജ് ഫോം ചെയ്യുന്ന കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ റിഫ്ലക്റ്റഡ് റേസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ പോയിന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, പക്ഷേ ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് വൺസ് അഗൈൻ. നമ്മളുടെ റിഫ്ലക്റ്റഡ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 റേസിന്റെ റിഫ്ലക്റ്റഡ് റേസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എവിടെയാണോ, അത് വന്ന് ജോയിൻ ചെയ്യുന്ന എവിടെയാണോ ആ പോയിന്റിലാണ് നമ്മളുടെ ഇമേജ് ഫോം ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമുക്കറിയാം ഈ റിഫ്ലക്റ്റഡ് അങ്ങോട്ട് പോവുക, ഇത് ഇങ്ങോട്ട് പോവുക. സോ മിററിന്റെ ഫ്രണ്ട് സൈഡിൽ ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ പോവുക. ഓക്കെ, ഇത് ഡൈവേർജ് ചെയ്ത് പോവുക. ഇത് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. എത്ര നോക്കിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ റിഫ്ലക്റ്റഡ് റേന്റെ പാത്ത് പുറകിലോട്ട്, ബാക്ക് ഓഫ് ദ മിററിലോട്ട് നമ്മളിങ്ങനെ വരച്ച് നോക്കുമ്പോൾ, ഡോട്ടഡ് ലൈൻസ് വെച്ച് നമ്മൾ വരച്ച് നോക്കുമ്പോൾ വി സീ ദാറ്റ് ഈ 2 റേസും ഒരു പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദാറ്റ് പോയിന്റ് ഇസ് ഫോക്കസ് ഓഫ് ദ മിറർ. സോ ഈ ഫോക്കസിൽ വന്നാണ് ഈ 2 റിഫ്ലക്റ്റഡ് റേസും ജോയിൻ ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് എഫ്? നമ്മുടെ ഫസ്റ്റ് കോൺകേവിന്റെ കേസ് പോലെ തന്നെ അറ്റ് എഫ്, ബട്ട് എ സ്മോൾ ഡിഫറൻസ് ഇസ് ദാറ്റ് എഫ് ഇസ് ബിഹൈൻഡ് ദ മിറർ. സോ ഇമേജ് ഫോം ചെയ്യുന്ന വുഡ് ബി ബിഹൈൻഡ് ദ മിറർ. Now, size of the image, first case നാത്തെ പോലെ തന്നെ ഇതൊരു പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറുത്, ആൻഡ് ഒരു പോയിന്റ് സൈസ്. ഇത്രയുമേ ഉള്ളൂ നമ്മളുടെ ഇമേജ്, ഹൈലി ഡിമിനിഷ്ഡ്. Now, nature of the image, ബാക്ക് സൈഡ് ഓഫ് ദ മിററിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് ഇസ് വെർച്വൽ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഈ 2 ടേംസ് ഒരുമിച്ച് പോകത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഇമേജ് ബാക്ക് സൈഡ് ഓഫ് ദ മിറർ ഉണ്ടാകുന്നതുകൊണ്ട് ദ നേച്ചർ ഓഫ് ദ ഇമേജ് ഇസ് വെർച്വൽ ആൻഡ് ഇറ്റ് ഇസ് ഇറക്റ്റ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ് ഓഫ് ദ ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് മിറർ. ഇനി നമ്മളുടെ സെക്കൻഡ് കേസിനെ കുറിച്ച്, ലൈക്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് കേസ്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോവാം. ആദ്യത്തെ കേസിൽ നമ്മളുടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് ദ ഒബ്ജക്ട് ഷുഡ് ബി ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ഓഫ് ദ മിറർ. ഈ ഇൻഫിനിറ്റിക്കും പോൾ ഓഫ് ദ മിററിനും നടുക്കുള്ള ഏത് പൊസിഷനിൽ, അതായത് ഏതൊരു പൊസിഷനിൽ, ഏത് ഡിസ്റ്റൻസിൽ വെച്ചാലും ഈ കേസിൽ തന്നെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. സോ നമ്മൾ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുക. സോ ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന റേ ഇവിടുന്ന് പാരലൽ ആയിട്ട് ഒരു റേ വരുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അത് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ റൂളിനകത്ത് കോൺവെക്സ് മിററിന്റെ റേ ഡയഗ്രത്തിന്റെ റൂളിനകത്ത് പഠിച്ചായിരുന്നു. ഇതിങ്ങനെ പാരലൽ ആയിട്ട് വന്നിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യും.
റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ പാത്ത് നമ്മൾ പുറകോട്ട് ബിഹൈൻഡ് ദ മിറർ നമ്മൾ അത് ട്രേസ് ചെയ്താൽ നമുക്കറിയാം ആ പോയിന്റ്, ആ പാത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോയിന്റ് ആയിരിക്കും ഫോക്കസ്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് റേ. സെക്കൻഡ് റേ എന്ന് വെച്ചാൽ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു റേ ആണ് കൺസിഡർ ചെയ്യുന്നത്. സെന്റർ ഓഫ് കർവേച്ചറും ബിഹൈൻഡ് ദ മിറർ ആണ്. സോ നമ്മൾ ഇതിലെ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യും ആൻഡ് വി ഡ്രോ ഇറ്റ്. ഇത് റിഫ്ലക്റ്റഡ് റേയും ഇൻസിഡന്റ് റേയും സെയിം പാത്തിൽ കൂടെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ റിഫ്ലക്റ്റഡ് റേനെ നമ്മൾ പുറകിലോട്ട് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഇത് പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ രണ്ട് പുറകോട്ട് നമ്മൾ ട്രേസ് ചെയ്ത് രണ്ട് റിഫ്ലക്റ്റഡ് റേയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. അവിടെയാണ് അപ്പം നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കേസ് ചെയ്ത പോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അതാണ് നമ്മുടെ ഇമേജിന്റെ ലെങ്ത്. സോ ദിസ് ഇസ് ആർ ഇമേജ് A', B'. ഇനി ഈ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. നമ്മൾ റിയൽ ഇമേജിനെ ഇങ്ങനെ ഒരു സോളിഡ് ലൈൻ ആയിട്ട് വരയ്ക്കും A', B'. പക്ഷെ നമ്മൾ വെർച്വൽ ഇമേജിനെ നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത ലൈൻ വെച്ചിട്ട് നമ്മൾ വരയ്ക്കത്തുള്ളൂ A', B'. ദിസ് ഇസ് എ റിയൽ ഇമേജ് and this represents a virtual image. So നമുക്ക് ഇവിടെ ഒരു virtual image ആണ് കിട്ടുന്നത് A', B' behind the mirror. Now position of the object എന്താ ഞാൻ പറഞ്ഞാൽ between infinity and pole of the mirror നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും എടുക്കാം. So that is the position of the mirror. Now position of the object, ഇതാണ് നമ്മുടെ pole, ഇതാണ് നമ്മുടെ focus. So image is formed between pole and F behind the mirror. Now size of the image, നമ്മളുടെ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇത്രയായിരുന്നു, സൈസ് ഓഫ് ദ ഇമേജ് ആയപ്പോൾ ഇത് കുറഞ്ഞു. സോ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ഡിമിനിഷ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുഞ്ഞതായിപ്പോയി. നേച്ചർ ഓഫ് ദ ഇമേജ്, ഈ ഒബ്ജക്റ്റ് നമ്മുടെ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ഫോം ചെയ്യുന്നതുകൊണ്ട് വി നോ ദാറ്റ് ദ ഇമേജ് ഇസ് വെർച്വൽ ആൻഡ് ഓൾസോ ഇത് തലതിരിഞ്ഞാണ് നിൽക്കുന്നത്. തലതിരിഞ്ഞാണെങ്കിൽ ഇത് താഴോട്ട് ഇങ്ങനെ വരണമായിരുന്നു A', B'. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇത് നേരെ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് virtual and erect. So that is the last case about the image formation by a convex mirror. So ഇന്ന് നമ്മളുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക് ആണിത്, യൂസസ് ഓഫ് ദ കോൺവെക്സ് മിറർ. ഇതിൻ്റെ ഒരേ ഒരു യൂസ് നമ്മളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് നമ്മളുടെ വെഹിക്കിൾസ്, ഇപ്പം കാറിനകത്തൊക്കെ റിയൽ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺവെക്സ് മിറർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കണ്ടു രണ്ട് കേസസ് ഉള്ളായിരുന്നു റിയൽ വ്യൂ മിററിനകത്ത്. വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് വെൻ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ഓഫ് ദ മിറർ. സോ ഈ രണ്ട് കേസിനകത്തും ഏതൊരു പൊസിഷനിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എങ്കിലും എപ്പോഴും അത് ഇറ്റ് ഓൾവേസ് ഗീവ്സ് ആൻ ഇറക്റ്റ് ഇമേജ് ആൻഡ് ഓൾസോ എ ഡിമിനിഷ്ഡ്. ഈവൻ ദോ ഇറ്റ്സ് ഡിമിനിഷ്ഡ് it always gives an erect image. എന്ന് വെച്ചാൽ തലകുത്തി ഒരിക്കലും നിൽക്കത്തില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് എല്ലാ കേസിനകത്തും തരത്തുള്ളൂ. സോ അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കോൺവെക്സ് മിറർ കർവ്ഡ് ഔട്ട്വേർഡ്സ് ആയതുകൊണ്ട് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം പ്ലെയിൻ മിറർ ആയിരുന്നു നമ്മൾ വെഹിക്കിൾസിനകത്ത് റെയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ കോൺവെക്സ് മിററിങ്ങനെ കർവ്ഡ് ഔട്ട്വേർഡ്സ് ആയതുകൊണ്ട് വി ഗെറ്റ് എ ലാർജർ ഏരിയ ഇൻ വ്യൂ, വി ഗെറ്റ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആസ് ദേ ആർ കർവ്ഡ് ഔട്ട്വേർഡ്സ്, even more than if we have used plain mirror. So this is the use of this is the end of today's class and I hope you liked the class. So bye till we meet in the next class.